മക്കളെ പേടിപ്പിച്ചും വിറപ്പിച്ചും വരച്ച വരയിൽ നിർത്തിയിരുന്ന വീട്ടിലെ കാർക്കശ്യക്കാരനായ അച്ഛൻ. എന്നാൽ മക്കൾക്ക് പേരക്കുട്ടികളായി കഴിയുമ്പോൾ ആ വിറപ്പീരും പേടിപ്പിക്കലുമെല്ലാം സ്വയം അഴിച്ചുവെക്കും പേരക്കുട്ടികൾക്ക് മുന്നിൽ. പ്രായം മറന്ന് അവർക്കൊപ്പം കളിക്കുന്ന അപ്പൂപ്പന്മാരുടെ കൂട്ടത്തിലായിരുന്നു മാധവൻ എന്ന കാവ്യയുടെ അച്ഛനും. മകനും കുടുംബവും ഓസ്ട്രേലിയയിലായതിനാൽ വല്ലപ്പോഴും മാത്രമേ മകന്റെ മക്കളെ കാണാനും സ്നേഹിക്കാനുമൊക്കെ കയ്യിൽ കിട്ടാറുള്ളൂ. എന്നാൽ അപ്പൂപ്പന്റെ സ്നേഹം മുഴുവൻ കിട്ടിയതും ആസ്വദിച്ചതും മാമാട്ടി എന്ന മഹാലക്ഷ്മിയായിരുന്നു. ദിലീപിന്റെയും കാവ്യയുടെയും മകൾ മാമാട്ടിയുടെ എല്ലാ കുട്ടികൾക്കും നിന്നുകൊടുക്കുന്ന അപ്പൂപ്പനായിരുന്നു മാധവൻ. ഇപ്പോഴിതാ ആ മധുരകരമായ സംഭവങ്ങളെല്ലാം കണ്ണീരോർമ്മകളായി മാറുമ്പോൾ അതെല്ലാം വിതുമ്പലോടെ പറയുകയാണ് ദിലീപ്. ഒരിക്കൽ ആലുവയിലെ വീട്ടിൽ വച്ചായിരുന്നു ഈ സംഭവം. കുറച്ചു ദിവസം മകൾക്കൊപ്പം നിൽക്കാൻ വന്നതായിരുന്നു മാധവനും ഭാര്യ ശ്യാമളയും. എണ്ണ തേച്ച് കുറച്ചുനേരം നടന്ന് ചൂടുവെള്ളത്തിൽ വിശാലമായ ഒരു കുളി മാധവന് പതിവായിരുന്നു. അങ്ങനെ കുളിക്കാൻ എണ്ണ തേച്ച് നിൽക്കുകയായിരുന്ന മാധവനെ കാവ്യയുടെ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു മഹാലക്ഷ്മി. ഹലോ ഗൈസ്, എൻ്റെ അപ്പൂപ്പനിത കുളിക്കാൻ എണ്ണ തേച്ച് നിൽക്കുകയാണ്, നിങ്ങളിത് കാണുന്നുണ്ടോ? എല്ലാ ദിവസവും എൻ്റെ അപ്പൂപ്പന് ഇതാണ് പണി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ആ വീഡിയോയ്ക്ക് മുന്നിൽ കളിച്ചു നിൽക്കുന്ന മാധവനെയുമാണ് മറ്റുള്ളവർ കണ്ടത്. ഈ സംഭവം കാവ്യ ദിലീപിനോട് പറയുകയും ആ രസകരമായ കാഴ്ചയ്ക്ക് കുടുംബമൊന്നാകെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. കണ്ണീരോടെയാണ് ഈ ഓർമ്മകളെല്ലാം ഇപ്പോൾ കാവ്യയും ദിലീപും പങ്കുവെക്കുന്നത്. പേരക്കുട്ടിയെ കാണാതിരിക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ് കാവ്യയ്ക്കൊപ്പം മാധവനും ശ്യാമളയും ചെന്നൈയിലേക്ക് താമസം മാറിയതും. കാവ്യയുടെ ഫ്ളാറ്റിനടുത്ത് തന്നെ തൊട്ടടുത്ത് അച്ഛനും അമ്മയും ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവരുടെ ഒരു കുടുംബ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. അതേസമയം അച്ഛൻ്റെ മരണത്തിന് മുന്നിൽ തകർന്നിരിക്കുകയാണ് ആ കുടുംബം മുഴുവൻ ഇപ്പോൾ. തിങ്കളാഴ്ചയാണ് പി മാധവൻ എന്ന 75 വയസ്സുകാരൻ അന്തരിച്ചത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ മാധവന്റെ അന്ത്യം ചെന്നൈയിൽ വെച്ചായിരുന്നു സംഭവിച്ചത്. തിങ്കളാഴ്ച രാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മകൾ മഹാലക്ഷ്മിയുടെ പഠനാർത്ഥം കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അച്ഛനും അമ്മയും കൂടെ പോവുകയായിരുന്നു. കാവ്യയുടെ സഹോദരനായ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയതിന് ശേഷമായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക. കൊച്ചിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമായ പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയുമായിരുന്നു. സിനിമാ താരങ്ങളും അണിയറ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ഇപ്പോൾ മാധവന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.